1st July 2009, Hero Cycles Bangalore consigned 100 tricycles at the cost of rupees 800 each to their agent, Bharat Cycles Kottayam, at cost plus 25% profit. The expenses met by Hero Cycles were freight 2000 and insurance in transit 1000. Bharat Cycles took delivery of the consignment on 5th July 2009 after accepting a 2 months bill for rupees 60,000 drawn against the consignment. The bill is met on the due date. The following is the account sales submitted by Bharat Cycles on 30th December 2009. Gross sales 75 cycles at rupees 1,100, 82,500 total, less expenses, freight 1,500, go down rent 800, commission to salesman 900, total 3,200 expenses. Net sales 79,300, less commission at 6%, 4,950, less bad at 1,100, less bill accepted and met 60,000, balance due enclosed by draft 13,250. Prepare important ledger accounts in the books of Hero Cycles. Consignment to കോട്ടയം അക്കൗണ്ടാണ് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. മറ്റൊന്ന് കൺസൈനീസ് അക്കൗണ്ട്, അതായത് കൺസൈനറുടെ ബുക്കിലാണ് ഈ അക്കൗണ്ട്സ് ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റ് ടു കോട്ടയം അക്കൗണ്ടാണ് ഒരെണ്ണം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരുന്നത്. മറ്റൊന്ന് ഭാരത് സൈക്കിൾസ് കൺസൈനി അക്കൗണ്ട്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 800 പെർ സൈക്കിൾ. പിന്നെ പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞത് കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ്. നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് 2 goods sent on consignment. എങ്ങനെയാണ് 1 lakh വന്നത് ചോദിച്ചാൽ കോസ്റ്റ് പറയുമ്പം 100 സൈക്കിൾസിന് 800 rupees. അപ്പം 800 into 100 is 80,000. ഇതാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം കണ്ടോ, കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ്. അപ്പം കോസ്റ്റ് എത്രയായിരുന്നു? 80,000. 80,000 into 25 by 100 is 20,000. ഇതാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എത്ര വരും? ഇൻവോയ്സ് പ്രൈസ് എത്ര വരും? 80,000 plus 20,000 is 1 lakh. അതാണ് ഇൻവോയ്സ് പ്രൈസ്. അതാണ് നമ്മുടെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ എമൗണ്ട് 1 lakh വന്നതിൻ്റെ കാര്യം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? കൺസൈനറുടെ എക്സ്പെൻസസ് എഴുതും. കൺസൈനറുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് 2,000, ഇൻഷുറൻസ് 1,000, ടോട്ടൽ 3,000. പിന്നെ ഭാരത് സൈക്കിൾസിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇതാ ഈ അക്കൗണ്ട് സെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൺസൈനർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അക്കൗണ്ട് സെയിൽസ്. അതായത് ടോട്ടൽ സെയിൽസ് എത്രയായിരുന്നു, അതിൻ്റെ അയാളുടെ എക്സ്പെൻസസ് കുറയ്ക്കും, പിന്നെ കമ്മീഷൻ കുറയ്ക്കും, അതിൻ്റെ ബാലൻസും കുറയ്ക്കും. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുറച്ചിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു അക്കൗണ്ട് സെയിൽസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3 എക്സ്പെൻസസ് ഉണ്ട്: ഫ്രൈറ്റ്, ഗോഡൗൺ റെന്റ്, കമ്മീഷൻ ടു സെയിൽസ്. അതാണ് ഭാരത് സൈക്കിൾസിൻ്റെ എക്സ്പെൻസ്. ടോട്ടൽ 3,200. പിന്നെ ഭാരത് സൈക്കിൾസിൻ്റെ കമ്മീഷനുണ്ട് 4,950.
പിന്നെ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്. ബാഡ് സൈക്കിൾസ് എന്നുള്ള പേരിൽ തന്നെ വേണം 1100. ഇവിടെ ഈ അക്കൗണ്ട് സെയിൽസിൽ ബാഡ് ഡെബ്റ്റ്സ് കുറച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇത് ഡെബിറ്റഡ് കമ്മീഷനുള്ള കൺസൈൻമെൻറ്റ് അല്ല. അതുകൊണ്ടാണ് കൺസൈനി അത് ആ എമൗണ്ട് കുറച്ചത്. ഇല്ലെങ്കിൽ കൺസൈനിക്ക് ആ എമൗണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ ബാഡ് ഡെബ്റ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇവിടെ ഡെബിറ്റഡ് കമ്മീഷൻ ഉള്ളതാണോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കൺസൈനി കൊടുത്ത അക്കൗണ്ട് സെയിൽസിനകത്ത് ബാഡ് ഡെബ്റ്റ് കുറച്ചിട്ടുണ്ട്. അതിനർത്ഥം കൺസൈനി അല്ല ബാഡ് ഡെബ്റ്റ് ഏൽക്കേണ്ടത്. കാരണം അതുകൂടെ കുറയ്ക്കാൻ പറ്റും അയാൾക്ക്. അതുകൊണ്ടാണ് ബാഡ് ഡെബ്റ്റിൻ്റെ എമൗണ്ട് ഇവിടെ കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡെബിറ്റഡ് കമ്മീഷനുള്ള ഏജൻ്റ് അല്ല, കൺസൈനി അല്ല എന്നുള്ളതാണ് എൻ്റെ മീനിങ്. സോ ബാഡ് ഡെബ്റ്റ്സ് ബാഡ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ 1100. പിന്നെ സെയിൽസിൻ്റെ കാര്യം 82,500 അതാണ് സെയിൽസ് വന്നത്. പിന്നെ നമുക്ക് റിസർവിൻ്റെ കാര്യവും അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ് നമുക്ക് നോക്കേണ്ടത്. ആ കാൽക്കുലേഷൻ നോക്കാം. ഇതാണ് ആദ്യം പറഞ്ഞത്. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേഷൻ നടത്തിയതാണ് പറഞ്ഞത്. കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സെൻറ്റ് 80,000 പ്ലസ് പ്രോഫിറ്റ് 20,000 ഇൻവോയ്സ് പ്രൈസ് വരെ 1 lakh. അതാണ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ, അതായത് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് റിസർവ് ലോഡിംഗ് എത്രയാണ്? ഇൻവോയ്സ് പ്രൈസ് 1 lakh ആണ്. 80,000 ആണ് കോസ്റ്റ് പ്രൈസ്. ലോഡിംഗ് അല്ലെങ്കിൽ റിസർവ് എന്ന് പറയുന്നത് അതിൻ്റെ മേലുള്ള പ്രോഫിറ്റ് ആണല്ലോ. പ്രോഫിറ്റ് എത്രയാണ്? 20,000. അപ്പോൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ റിസർവ് എന്ന് പറയുന്നത് 1 lakh മൈനസ് 80,000 20,000. അത് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ റിസർവ് കാൽക്കുലേറ്റ് എഴുതുക. പിന്നെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നമുക്കറിയാം. 100 സൈക്കിൾസ് ആണ് കൊടുത്തത്. അതിൽ 75 സൈക്കിൾസ് സെയിൽ നടത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം 25 സൈക്കിൾസ് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, ഇൻവോയ്സ് പ്രൈസ് ഓഫ് സൈക്കിൾസ്. സ്റ്റോക്കിലാണെങ്കിലും നമ്മൾ ഇൻവോയ്സ് പ്രൈസ് തന്നെ വേണം എഴുതാൻ. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് ഓഫ് സൈക്കിൾസ് ഇൻ സ്റ്റോക്ക് 1 lakh ആണ് 100 സൈക്കിളിൻ്റെ ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 25 സൈക്കിൾസിന് എത്ര വരും? 1 lakh ഇൻറ്റു 25/100. ഇത് 25% എന്നുള്ള പ്രോഫിറ്റ് റേഷ്യോ അല്ല കേട്ടോ. 100 സൈക്കിൾ ആയിരുന്നു കൊടുത്തത്. അതിൽ 75 വിറ്റുപോയി, ബാക്കി 25 ഉണ്ട്. അപ്പോൾ 1 lakh ആയിരുന്നു ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് വരുന്നത് 100 സൈക്കിളിൻ്റെ. അപ്പം 1 lakh ഇൻറ്റു 25/100 ഇസ് 25,000. പിന്നെ കൺസൈനറുടെ എക്സ്പെൻസസ് അത് 3,000 ആയിരുന്നു. കൺസൈനറുടെ എക്സ്പെൻസ് 3,000. ആ 3,000 25 സൈക്കിൾസിന് വേണ്ടി പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുത്താൽ 3,000 ഇൻറ്റു 25/100 750. അതുപോലെ തന്നെ കൺസൈനിയുടെ എക്സ്പെൻസ് അതിൽ ഫ്രൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെയിൽസ്മാൻ്റെ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു, ഗോഡൗൺ റെൻറ്റ്. ഇതിൽ നമുക്ക് ഫ്രൈറ്റ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഗോഡൗൺ റെൻറ്റും അതുപോലെ തന്നെ കമ്മീഷൻ ടു സെയിൽസ്മാൻ ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എക്സ്പെൻസസ് ഓൺ ഫ്രൈറ്റ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതെത്രയാണ്? 1,500. അത് 25 സൈക്കിൾസിന് വേണ്ടി ഡിവൈഡ് ചെയ്യും. 1,500 ഇൻറ്റു 25/100 375. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 26,125 നമുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് കിട്ടി. ഓക്കെ. അത് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. ഇനി സ്റ്റോക്കിൻ്റെ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ റിസർവ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെ നോക്കാം. 2 രീതിയിലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻവോയ്സ് പ്രൈസ് ഓഫ് സ്റ്റോക്ക്. ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 1 lakh ആണ്. 1 lakh 25 സൈക്കിൾസ് മാത്രമേ സ്റ്റോക്കിലുള്ളൂ. അപ്പം 1 lakh ഇൻറ്റു 25/100 ചെയ്യുമ്പോൾ 25,000. എന്നാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 80,000 ആണ്. 80,000 25 സൈക്കിൾസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 20,000. ഈ 100ഉം
80,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? 20,000. അതാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് അന്നേരം നമ്മൾ 25 സൈക്കിൾസിന് വേണ്ടിയിട്ട് ആവുമല്ലോ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടും നമുക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് 1 lakh into 25/100. അതായത് സ്റ്റോക്കിൻ്റെ ഇൻവോയ്സ് പ്രൈസ് 25,000. ദെൻ ലോഡിങ് ഇൻ സ്റ്റോക്ക് ഈ 25,000ൻ്റെ എത്രയാണ് പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 25,000 into 25/100, 25/125. ഇത് 100 അല്ല, ഇങ്ങനെ എടുക്കാം 25,000. കാരണം ഇത് ഇൻവോയ്സ് പ്രൈസാണ്. ഇൻവോയ്സ് പ്രൈസിനകത്ത് പ്രോഫിറ്റിൻ്റെ ഷെയർ കാണാനായിട്ട് 25,000 into 25/125 എന്ന് വേണം എടുക്കാൻ. It is 5,000. 25,000 into 25/125, 5,000. ഇത് രണ്ടും രീതിയിൽ നമുക്ക് ലോഡിങ്ങിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. സ്റ്റോക്കിലുള്ള ലോഡിങ്ങിൻ്റെ എമൗണ്ട്, സ്റ്റോക്ക് റിസർവ് അന്നേരം 5,000 ആണ് എമൗണ്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യാം. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ബാലൻസ് എമൗണ്ട് 11,575 ട്രാൻസ്ഫർ ചെയ്യും. 375 ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനിൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് 82,500. പിന്നെ അയാൾ ബിൽസ് റിസീവബിൾ കൊടുത്തായിരുന്നു. ബിൽസ് റിസീവബിൾ 60,000 റുപ്പീസിൻ്റെ ബിൽസ് റിസീവബിൾ ആയിരുന്നു കൊടുത്തിരുന്നത്. ബിൽസ് റിസീവബിൾ. പിന്നെ അയാളുടെ എക്സ്പെൻസസ് $3,200 എക്സ്പെൻസസ്. പിന്നെ അയാളുടെ കമ്മീഷൻ, ബാഡ് ഡെബ്റ്റ്. ഇത്രയും കുറച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് 13,250. അതാണ് അയാൾ ഡ്രാഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. ബൈ ബാങ്ക്. ഇത്രയേ ഉള്ളൂ ഇല്ലുസ്ട്രേഷൻ 9.